ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ രാത്രിയാണ്. സത്യഭാമ ഹാളിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. രാഘവൻ നായരും അർജുനും ശാലിനിയും വിഷ്ണുവും പ്രീതിയും കുഞ്ഞും രമണൻ പിള്ളയും പൊന്നിയും ഒക്കെ എല്ലാവരും ഉണ്ട്. തുടർന്ന് ഭാമയാണെങ്കിൽ ഫോണിൽ സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ നടപടികളെല്ലാം പൂർത്തിയായിരിക്കണം, നാളത്തേക്ക് മാറ്റി വെക്കരുത്, വിളിച്ചവരെ എല്ലാവരെയും ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭാമയാണെങ്കിൽ ഫോണിൽ അങ്ങ് തകൃതിയായിട്ട് സംസാരിക്കുകയാണ്. അതൊന്ന് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അതൊന്നും എന്താ വെച്ചാൽ കാര്യമെന്നൊക്കെ വിഷ്ണു തിരക്കുമ്പോൾ അവൾ സംസാരിക്കുകയല്ലേ, വിളിച്ചതിനല്ലേ പറയുമെന്ന് പറയുകയാണ്. തുടർന്ന് ഫോൺ വെച്ച ശേഷം സത്യഭാമ പറയുകയാണ്, വിഷ്ണുവിനൊരു 5 സ്റ്റാർ ഹോട്ടൽ വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, നാളെയാണ് അതിൻ്റെ ഉദ്ഘാടനമെന്ന്. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, അതെന്താ ഭാമ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് സംസാരിച്ചതാണല്ലോ, അതിൻ്റെ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ വിലയിൽ അല്പം വ്യത്യാസമുണ്ടായിരുന്നു, ഇന്ന് രാത്രി കൊണ്ട് അത് ക്ലിയർ ആവും, 2 കോടി അധികം കൊടുക്കേണ്ടി വന്നു എന്ന് പറയുകയാണ്. അന്നേരം എല്ലാവരും ഒന്ന് അന്തം വിട്ട് നോക്കുകയാണ്. അന്നേരം 2 കോടി എന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞ് രാഘവൻ നായർ നോക്കിയാണ്. അന്നേരം പിന്നെ ഭാമ വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയുകയാണ്, 2 കോടി അധികം കൊടുക്കുന്നതിനല്ല, എൻ്റെ മോനെ ചന്തയിലെ വട്ടിപ്പലിശ പിരിവുകാരനെന്നോ പിന്നെ തട്ടുകടയിലെ പെറോട്ട അടിക്കുന്നവനെന്നോ ആരും പറയാൻ പാടില്ല, 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉടമയാണ് ഈ സത്യഭാമയുടെ മകൻ വിഷ്ണു എന്നിങ്ങനെ അങ്ങ് ചിരിച്ചു പറയുകയാണ്. അന്നേരം അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. സന്തോഷമായില്ലേ വിഷ്ണു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അമ്മയെന്നൊക്കെ പറയുകയാണ്. പക്ഷേ ശാലിനിയുടെ മുഖം മാത്രം അങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. തുടർന്ന് അർജുനാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കൺഗ്രാസ് വിഷ്ണു എന്ന് പറയുമ്പോൾ താങ്ക്സ് അളിയാന്നൊക്കെ പറയുകയാണ്. തുടർന്ന് എല്ലാവരും പറയുന്നുണ്ട്. തുടർന്ന് അച്ഛാന്നിങ്ങനെ വിഷ്ണു വിളിക്കുമ്പോൾ പോയി അടിച്ചു വിളിക്കടാ മോനെ എന്നൊക്കെ പറയുകയാണ്. നേരമാണ് ഈ ശാലിനിയുടെ മുഖം സത്യഭാമ ശ്രദ്ധിക്കുന്നത്. നേരം എന്താ ശാലിനി, നിനക്ക് സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കുകയാണ്. നേരം ശാലിനി ഓർമ്മിക്കുന്നത് മുന്നേ പിന്നെ സർല വന്ന് പറഞ്ഞതാണ്, നിൻ്റെ മരുമകളുടെ പെട്ടി എടുക്കാനുള്ള യോഗ്യതയെങ്കിലും നിൻ്റെ മകനുണ്ടോ എന്നൊക്കെ. അന്നേരം ശാലിനി പറയുകയാണ്, സത്യഭാമയോട് പറയുന്നുണ്ട്, വലിയ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉടമയൊന്നും ആയില്ലെങ്കിലും ഈ ശാലിനിയുടെ പെട്ടി ചുമക്കേണ്ട പാടൊന്നും ആവശ്യമൊന്നും വിഷ്ണുവേട്ടൻ ഉണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് സങ്കടപ്പെട്ടാണ് പറഞ്ഞത്. അന്നേരം ആ ശാലിനിയുടെ സംസാരം എല്ലാവർക്കും സങ്കടമാകുന്നുണ്ട്. അത്രയും പറഞ്ഞ് ആരെയും മുഖത്ത് നോക്കാതെ വിഷമിച്ച് ശാലിനി അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. അന്നേരം ശാലിനി വിചാരിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടൽ വാങ്ങിക്കൊടുത്ത് സർല പറഞ്ഞതിനെതിരായിട്ട് അങ്ങനെ ഭാമ വിഷ്ണുവിൻ്റെ അഭിമാനം സംരക്ഷിച്ചു എന്നൊക്കെ ആയിരിക്കാം ശാലിനി കരുതുന്നത്. തുടർന്ന് അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് പെട്ടെന്നങ്ങ് വിഷമം തോന്നുകയാണ്. വിഷ്ണു അങ്ങ് എഴുന്നേറ്റിട്ട് ശാലിനി പോകുന്നത് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മനസ്സിൽ വെച്ചൊന്നും ആയിരിക്കില്ല ശാലിനി അങ്ങനെ പറഞ്ഞത്, സുസ്മിതയുടെ അമ്മ വന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞാനും കൂടി അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ശാലിനിയുടെ പുറകെ അങ്ങ് വിഷ്ണുവും പോവുകയാണ്. തുടർന്ന് എല്ലാവരും അവിടെ നിന്ന് പിരിയുന്നുണ്ട്. അർജുനും പ്രീതിയും കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ട്. രമണൻ പിള്ളയും പൊന്നിയും ഒക്കെ അങ്ങ് മാറിപ്പോവുകയാണ്. അന്നേരം ഭാമയ്ക്ക് ശാലിനിയുടെ സംസാരത്തിൽ വിഷമം തോന്നുന്നുണ്ട്. രാഘവൻ നായരും ഭാമയും മാത്രം ആവുകയാണ്. അന്നേരം രാഘവേട്ട ഞാൻ എന്ന് പറഞ്ഞ് കണ്ണൊക്കെ നിറയുന്നുണ്ട്. അന്നേരം നീ ഒന്നും പറയണ്ട, നീ നന്മയെ കരുതിയാണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കില്ലല്ലോ, ചിലതൊക്കെ കാലം തെളിയിക്കും എന്ന് പറയുമ്പോൾ ഭാമയ്ക്കും അതങ്ങ് ആശ്വാസമാകുന്നുണ്ട്. സമ്മതിക്കുകയാണ് രാഘവൻ നായർ പറഞ്ഞതിനോട്. തുടർന്നുള്ള സീനിൽ സർല ഇങ്ങനെ കാറിൽ വരികയാണ്. ഡ്രൈവറോടൊപ്പമാണ് വരുന്നത്. വളരെ സ്പീഡിൽ ഇങ്ങനെ വണ്ടി വരികയാണ്. അതേസമയം എതിർ സൈഡിൽ നിന്നും രോഹിത് വരുന്നുണ്ട്. അന്നേരം രോഹിത്തിൻ്റെ വണ്ടിക്ക് കുറുകെ വയ്ക്കുകയാണ് സർലയുടെ വണ്ടി. അന്നേരം രോഹിത് അങ്ങ് ബൈക്കിൽ നിന്ന് വീഴുന്നുണ്ട്. അത് ചാടി എഴുന്നേറ്റ് ഇടാമെന്നും പറഞ്ഞെന്ന് വെച്ചാൽ തന്നെ ഇങ്ങോട്ട് വന്ന് ഇടിച്ചു തരാ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചാടി എഴുന്നേൽക്കുകയാണ് രോഹിത്. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ ഈ വീണ രോഹിത്. ഇതേസമയം കാറിൽ നിന്നും സർല ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് രോഹിത്തിൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടുകയാണ്. എവിടെയിടാ എൻ്റെ മകളെന്ന് ചോദിക്കുമ്പോൾ ജയിലിൽ പോയി തരണമെന്ന് പറയുകയാണ്. അന്നേരം സർലാണെങ്കിൽ തൻ്റെ കയ്യിലിരുന്ന ആ തോക്ക് ഇങ്ങനെ രോഹിത്തിന് നേരെ ചൂണ്ടുകയാണ്. അന്നേരം രോഹിത്തിന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് സർലാണെങ്കിൽ വെടിവെക്കുന്നുണ്ട്. പക്ഷേ രോഹിത്തിൻ്റെ തല ലക്ഷ്യമാക്കിയാണ് വെക്കുന്നതെങ്കിലും തോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി തലയ്ക്ക് ചുറ്റും അങ്ങ് തറയിലേക്ക് അങ്ങ് വെടിയിക്കുകയാണ്. രോഹിത് അങ്ങ് ആകെ പേടിച്ചിങ്ങനെ കൈ കൊണ്ടൊക്കെ മറയ്ക്കുന്നുണ്ട്. അന്നേരം എൻ്റെ നിറപറയും നിലവിളക്കും ഒക്കെ സാക്ഷിയായിട്ട് നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയ മകളെ, എൻ്റെ മകളെ ഞാൻ ജയിലിൽ പോയി അന്വേഷിക്കണം അല്ലേടാന്ന് പറഞ്ഞ് സർലയ്ക്ക് ഉന്നം തെറ്റിയതൊന്നുമല്ല, പക്ഷേ നേരെ ഞാൻ വെടിവെച്ചിരുന്നെങ്കിൽ നിൻ്റെ തല ഇപ്പം മണ്ണ് തിന്നേനെ എന്നൊക്കെ പറഞ്ഞങ്ങ് നല്ല 5-6 ഉശിരൻ ഡയലോഗൊക്കെ പറയുകയാണ്. തുടർന്ന് നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടതെന്നിങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് വേണ്ട എന്താണെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് തോക്കിൻ മുനയിൽ തന്നെയാണ് രോഹിതിനെ നിർത്തിയിരിക്കുന്നത്. റോഡിലാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. തുടർന്ന് ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ഒരു ഫയൽ വാങ്ങിക്കുകയാണ്. ഇതിൽ ഒപ്പിടറാന്ന് പറയുകയാണ്. അന്നേരം ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നീയും സുസ്മിതയും തമ്മിലുള്ള മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനാണ്, നിനക്ക് എൻ്റെ മകളെയല്ല എൻ്റെ മകൾക്ക് നിന്നെ വേണ്ട എന്നിങ്ങനെ
പറയുകയാണ്. അന്നേരം രോഹിത് അതുമായിട്ട് പോയതാണല്ലോ. തുടർന്ന് ഒപ്പിടണമെന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ, തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുമ്പോൾ രോഹിത് ആ ഫയൽ വാങ്ങിച്ച് ഒപ്പിടുകയാണ്. തുടർന്ന് ആ ഫയലും പേനയും ഒക്കെ തിരിച്ച് ഡ്രൈവറെ സർല ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് സർല പറയുകയാണ്, ഈ സർലയെ നിനക്ക് അറിയണമെങ്കിൽ നിന്നെ ദത്തെടുത്ത് വളർത്തുന്ന സത്യഭാമയോട് പോയി ചോദിച്ചാൽ മതി, സർല അങ്ങോട്ട് കളി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ ഉണ്ട്. അവസാനം പിന്നെ നീ രോഹിത്തിനെ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ട് ആ കാറിൻ്റെ ബോണറ്റിൽ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഷർട്ടിനെ കുത്തി പിടിച്ച് ഇങ്ങനെ കിടത്തുകയാണ്. എന്നിട്ടും തോക്ക് ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നീ ഇപ്പോൾ ഒപ്പിട്ടത് മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിലല്ല, നിൻ്റെ മരണപത്രത്തിൽ തന്നെയാണ്. ഇപ്പോൾ നീയും എൻ്റെ മകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഏത് നിമിഷവും നിനക്കൊരു മരണം പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് തിരിച്ചങ്ങോട്ട് കാറ് കയറാൻ പോയിട്ട് രോഹിത്തിനെ ഇങ്ങനെ പിടിച്ചങ്ങ് തള്ളിയിട്ട് കാറ് കയറാൻ പോവുകയാണ്. എന്നിട്ട് വീണ്ടും തിരിഞ്ഞു വരികയാണ് സരള. എന്നിട്ട് പറയുന്നുണ്ട്, സുസ്മിതയുടെ സ്ഥാനത്ത് ഈ സരള ആയിരുന്നെങ്കിൽ പഞ്ചകൈലാസം വരെയും CCTVക്ക് മുന്നിൽ ഒന്നും പോകേണ്ടി വരില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വെച്ചൊരു അപകടം, നിൻ്റെ ബൈക്കിന് നേരെ ഒരു ചെറിയൊരു അപകടം ഉണ്ടായിരുന്നില്ലേ, അതൊരു വലിയ അപകടമാക്കി ഇങ്ങ് മാറ്റിയാൽ മതിയായിരുന്നു. സരള കളി തുടങ്ങിയിരിക്കുകയാണ്, ഇന്ന് ഏത് നിമിഷവും നിനക്ക് ഒരു മരണം സംഭവിക്കാം. സരള ഇറങ്ങുകയാണെങ്കിൽ സരളയ്ക്ക് പിന്നാലെ ആംബുലൻസും ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ്, എന്നുവെച്ചാൽ രോഹിത്തിനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞങ്ങ് ഭീഷണിപ്പെടുത്തിയിട്ട് തോക്കൊക്കെ ഒന്നുകൂടെ ചൂണ്ടി കാണിച്ചിട്ട് നല്ല മാസ് ഡയലോഗും സ്ലോ മോഷനിലൊക്കെ ആയിട്ട് സരള അങ്ങ് തിരിച്ച് കാറ് കയറി പോവുകയാണ്. തുടർന്ന് ആ സർലയുടെ ഭീഷണിയിലൊക്കെ ഒന്ന് പേടിച്ച് രോഹിത് നിൽക്കുകയാണ്. റോഡിലങ്ങ് കുറേ നേരം ആലോചിച്ച് നിൽക്കുന്ന രോഹിത്തിനെ കാണിക്കുന്നുണ്ട്. കാറിൽ പോകുന്ന സർലയെ കാണിക്കുകയാണ്. ആ ഫയൽ ഒന്നുകൂടി നോക്കി ഓരോ പേജ് മറിച്ച് നോക്കി ഇങ്ങനെ അങ്ങ് സന്തോഷിച്ച് ചിരിക്കുകയാണ്. പിന്നെ ജയിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സുസ്മിതയും കാണിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ഈ കരുണാകരൻ നായരുടെ ഹോട്ടലിലിരുന്ന് സംസാരിക്കുകയാണ് രാജുവും യാമിനിയും കൂടി. അവിടെ ക്യാഷ് കൗണ്ടറിൽ കരുണാകരൻ നായർ ഇരിക്കുന്നുണ്ട്. തുടർന്ന് യാമിനി പറയുകയാണ്, നമ്മൾ ഡിവോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് എളുപ്പം കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം എൻ്റെ വൈഫിനോട് ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ യാമിനി അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം യാമിനി പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, രാജീവ് ഇപ്പോഴും എൻ്റെ വൈഫ് എന്നാണ് സംബോധന ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കം മാത്രമല്ലേ നിങ്ങൾ തമ്മിലുള്ളൂ, അതൊക്കെ അങ്ങ് പറഞ്ഞ് ചിലപ്പോൾ പരിഹരിക്കാവുന്നതാണ്. മറ്റൊരാളുടെ നിങ്ങളുടെ ആ കുട്ടിയുടെ കഴുത്തിൽ താലി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു അമ്പലത്തിൽ വെച്ചോ കല്യാണത്തിനായിട്ട് തലകുനിച്ച് തരേണ്ടത്? നാളെ ഒരു കാലത്ത് രാജീവിന് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ അവസ്ഥ എന്താകും? പിന്നീട് അവകാശവും പറഞ്ഞ്, അതിന് മുന്നേ അവകാശവും പറഞ്ഞ് ആ കുട്ടി വന്നാൽ ഞാൻ ഒഴിഞ്ഞു തരണ്ടേ? ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോൾ രാജീവ് ആകെ അങ്ങ് ടെൻഷനിലാവുകയാണ്. അന്നേരം രാജീവ് പറയുന്നുണ്ട്, പക്ഷേ എളുപ്പം ഒപ്പിട്ട് തരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, പക്ഷേ ആ കുട്ടി വൈഫിന് അയാൾക്ക് ഇതിനോട് എതിർപ്പ് ഉണ്ടായില്ല എന്നൊക്കെ പറയുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആശയക്കുഴപ്പത്തിലാണല്ലോ എന്നൊക്കെ യാമിനി ചോദിക്കുകയാണ്. തുടർന്ന് രാജീവ് പറയുന്നുണ്ട്, അയാളുടെ അമ്മ എന്നെ കാണാനായിട്ട് വന്നിരുന്നു, ഇതിൽ നിന്നും പിന്മാറണം എന്നാണ് പറഞ്ഞതെന്ന്. അന്നേരം അപ്പോൾ രാജീവ് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാനുണ്ടായ സാഹചര്യങ്ങൾ അവിടെ വ്യക്തമാക്കി എന്ന് പറയുമ്പോൾ അത് അമ്മയ്ക്ക് ബോധ്യപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവരവരുടെ പരാതിയും പരിഭവങ്ങളും ഒക്കെ നിരത്തി എന്ന് പറയുമ്പോൾ അപ്പോൾ രാജീവിന് ബോധ്യപ്പെട്ടു എന്ന് ചോദിക്കുകയാണ്. അന്നേരം രാജീവ് ആകെ അങ്ങ് ടെൻഷനിലാവുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഇവരുടെ രണ്ടുപേരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കരുണാകരൻ നായർ. അതിനുശേഷം കരുണാകരൻ നായർ വന്ന് പറയുന്നുണ്ട്, യാമിനിയോട് വന്ന് പറയുകയാണ്, രാജീവിനെ കുറച്ച് സമയം കൊടുക്കാം കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കാനായിട്ട്. അന്നേരം യാമിനി പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും സംസാരിക്കാനുള്ളൂ എന്ന് പറയുകയാണ്. എന്തായാലും ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ട് വരാനായിട്ട് പറയുകയാണ്. അന്നേരം രാജീവ് അങ്ങ് വിഷമത്തോടെ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചായ കുടിച്ചാൽ പൈസ എവിടെ വയ്ക്കുമ്പോൾ അതൊന്നും വേണ്ട മോനെ എന്ന് പറയുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞ് രാജീവ് പൈസയും വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ്. അന്നേരം കരുണാകരൻ നായർക്ക് ആകെ വിഷമമാവുകയാണ് രാജീവിനോട് യാമിനി അങ്ങനെയൊക്കെ സംസാരിച്ചത്. അന്നേരം ബി കൂൾ ഡാഡ് എന്നിങ്ങനെ പറഞ്ഞങ്ങ് കണ്ണടച്ച് ചിരിക്കുകയാണ് യാമിനി കരുണാകരൻ നായരോട്. തുടർന്ന് രാജീവ് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ അവിടേക്ക് വരികയാണ്. പെട്ടെന്ന് രാജീവിനെ കാണുമ്പോൾ ശാരദാമ്മ ഇങ്ങ് മറഞ്ഞു നിൽക്കുകയാണ്. രാജീവ് വണ്ടി എടുത്തങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ അവിടെ ആ ഹോട്ടലിൻ്റെ ആ മുറ്റത്തേക്ക് കയറുമ്പോൾ യാമിനി ഇറങ്ങി വരുന്നു. ജസ്റ്റ് മിസ്, നമ്മുടെ കല്യാണ പയ്യൻ ഇപ്പം അങ്ങോട്ട് ഇറങ്ങി പോയല്ലേ, നമ്മുടെ കക്ഷി ഇപ്പം അങ്ങോട്ട് ഇറങ്ങി പോയതേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് എന്തായി വിവാഹകാര്യം എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ ഞാൻ ഡിവോഴ്സിനെ പറ്റി സംസാരിക്കാനാണ് വിളിച്ചു വരുത്തിയതെന്ന് പറയുമ്പോൾ ഡിവോഴ്സോ എന്ന് പറഞ്ഞ് ശാരദാമ്മ അന്തം വിട്ടിരിക്കുകയാണ്. അന്നേരം അത് കണ്ടിട്ട് യാമിനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ ശാരദാമ്മയുടെ മകളുടെ ഡിവോഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മ പെട്ടെന്ന് ചിരിയൊക്കെ വരുത്തുകയാണ്. തുടർന്ന് ശാരദാമ്മയുടെ മകളുടെ കാര്യം എന്തായി എന്ന് ചോദിക്കുകയാണ്. രണ്ടുപേരും കൂടി ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് കൊടുത്താൽ പെട്ടെന്ന് കിട്ടുമെന്ന് പറയുകയാണ്. അന്നേരം ഒരു ബന്ധം പിരിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് എളുപ്പമല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ വേണ്ടാത്ത ബന്ധങ്ങളാണെങ്കിൽ അങ്ങ് പിരിയുക തന്നെ വേണം എന്ന് പറയുകയാണ്. തുടർന്ന് രാജീവ് സാർ എന്ത് പറഞ്ഞു എന്നിങ്ങനെ ശാരദാമ്മ തിരിച്ച് ചോദിക്കുകയാണ്. അന്നേരം മനസ്സിലെവിടെയോ ആ
കുട്ടിയെക്കുറിച്ചുള്ള ഒരു പഴയ ഇഷ്ടം കിടപ്പുണ്ട്, അതൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി എൻ്റേതാക്കി എടുക്കാനാണ് എൻ്റെ തീരുമാനം എന്ന് പറയുക. അതിൽ ഞാൻ വിജയിക്കുമോ ശാരദാമ്മ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എന്തു പറയാനാന്നും പറഞ്ഞ് ശാരദാമ്മ നിൽക്കുകയാണ്. അന്നേരം ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. അഴകും ആരോഗ്യവും സൗന്ദര്യവും ഒക്കെയുള്ള ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു വിശ്വാമിത്രൻ്റെ വരെ തപസ്സിളക്കാൻ കഴിയുമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ടല്ലേ ജോലി സ്ഥലത്തും ഒക്കെ പുതിയ ബന്ധങ്ങൾ പൊട്ടിമുളയ്ക്കുന്നത്. അപ്പോൾ പിന്നെ താലിച്ചരടിനെ ഒരു വാഴനാരിൻ്റെ ആയുസേ ബലമേ ഉണ്ടാവൂ എന്ന് പറയുമ്പോൾ യാമിനി എന്നിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ് ശാരദാമ്മ. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ബന്ധം വേർപെടുമോ, ഇനി യാമിനിയുമായിട്ട് വിവാഹം നടക്കുമോ എന്നുള്ളത് കാണാം. രോഹിത് എന്തായാലും ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടു. ഇനി സുസ്മിതയുമായിട്ടുള്ള ബന്ധം പിരിയും. എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.